ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് രാഗിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുറുമക്കറിയുടെ റെസിപ്പിയും കൂടെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് 2 കപ്പ് രാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം രാഗി വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മട്ട റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് റൈസും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനുള്ള വെള്ളവും പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു വെള്ളത്തോട് കൂടിയിട്ട് നിൽക്കുന്ന അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതാ 2 ബാച്ചുകളാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മളിപ്പോൾ സാധാ പാലപ്പത്തിന് അരച്ച് വെക്കുന്ന മാതിരി തന്നെ വൈകിട്ട് അരച്ച് വെച്ചാൽ രാവിലത്തേക്കാണ് ഞാനിപ്പോൾ ഇത് അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യമായ കുറുമക്കറിക്ക് ആവശ്യമായിട്ടുള്ള കടല കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഒരു 5-6 മണിക്കൂറൊക്കെ കുതിർത്തിയെടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3-4 വിസിൽ കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ്, ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ബീൻസും കോളിഫ്ലവറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരൊറ്റ വിസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കടല നന്നായിട്ട് വേവിച്ചെടുത്തതാണല്ലോ. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിസിൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാനിതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 6-7 കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പൈസസിൻ്റെ അളവൊക്കെ ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഒരിക്കലും കൂടി പോകേണ്ട. ഏലക്കായുടെയും കറുവപ്പട്ടയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കും. ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കുറുമക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കുറുമക്കറിയാണ്. എന്നാലും നല്ലൊരു ടേസ്റ്റിലുള്ള കുറുമക്കറിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ അതിവിടെ നിന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മളുടെ അപ്പമൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം.
അപ്പോഴേക്കും നമ്മളുടെ കുറുമക്കറി നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഞാനിതാ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പിന്നെ ഇതിനെ വറവിട്ടെടുക്കണമൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ വറവിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വറവിട്ട് കൊടുക്കുന്നില്ല. കാരണം അത് തന്നെ മതിയാകും. നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്ത് കൊടുത്താൽ തന്നെ. അപ്പോഴേക്കും ഇതാ നമ്മൾ അപ്പങ്ങൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ രാഗി അപ്പം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് രാഗി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും അരിപ്പൊടി വെച്ചിട്ടും ഗോതമ്പ് വെച്ചിട്ടൊക്കെയാണ് എല്ലാ ഫുഡുകളും ഉണ്ടാക്കാറ്. അപ്പോൾ രാഗി വെച്ചിട്ട് ഈ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ രാഗിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. കാൽഷ്യം റിച്ചാണ്, അയൺ റിച്ചാണ്. നമ്മൾ തടി കുറയാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കുന്നതിനും പ്രഷറുള്ളവർക്കും ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ഫുഡ് തന്നെയാണ് രാഗി കേട്ടോ. അപ്പോൾ നമ്മൾ രാഗി വെച്ചിട്ട് കുറുക്കിയിട്ടും അതുപോലെ തന്നെ ചപ്പാത്തി ആയിട്ടും അപ്പമായിട്ടും ദോശയായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്കൊരു മടുപ്പാവും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളും എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ ഞാനിതിവിടെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയ കുറുമക്കറിയും നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ ഒന്ന് ആറി പാകത്തിന് ചൂടായപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ അങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മളുടെ അപ്പം ഈ ഒരു രീതിയിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം തന്നെയാണ് കേട്ടോ. നമുക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. രാഗി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ ഡയറ്റ് നോക്കുന്നവരും അതുപോലെ തന്നെ ഷുഗറുമായിട്ട് ഫുഡ് അങ്ങനെ അരി ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. താങ്ക് യു.